ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 77-ാമത്തെ ശ്ലോകം നോക്കാം. അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ഡരീകാക്ഷ സഹതേ നികടേ സ്ഥിത. ഇനി നമുക്ക് ഇതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ ഇത്രയും നേരമുള്ള ശ്രീ നാരദ മഹർഷി 65 മുതൽ 76 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ആ കലിയുടെ ദോഷവശങ്ങൾ എപ്രകാരമാണ് ഭൂമിയിലുണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും ഭക്തിദേവി ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ശ്രീഹരി ഭഗവാൻ ഈ കലിയുഗത്തിലെ അധർമ്മത്തെയൊക്കെ കണ്ടിട്ടും അതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഭഗവാൻ വരാത്തത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ 77-ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിയോട് പറയുകയാണ്. അയം തു, അയം എന്നാൽ ഇത്, തു എന്നാൽ ആകട്ടെ, ഇതാകട്ടെ. ഇപ്പം ഈ പറഞ്ഞതൊക്കെ, ഈ കാര്യങ്ങളൊക്കെയും യുഗധർമ്മോ, യുഗധർമ്മ എന്നാൽ ഈ കലിയുഗത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വഭാവമാണ്. ഈ യുഗത്തിൻ്റെ ധർമ്മമാണ്, അതായത് ഈ കലിയുഗത്തിൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞതൊക്കെയും. ഹി എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിച്ചു പറയുകയാണ്. വർത്തതേ, വർത്തിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും ഈ കലിയുഗത്തിൻ്റെ സ്വഭാവമാണ്. അത് എന്നിട്ട് ബാക്കി പറയുകയാണ്. കസ്യ എന്നാൽ ആരെ, ദൂഷണം എന്ന് പറഞ്ഞാൽ ദോഷം പറയും. ഇതിൽ ആരെയാണ് ദോഷം പറയുക? കാരണം ഈ കലി ഇങ്ങനെയാണ് വർത്തിക്കുന്നത്, കലിയുടെ സ്വഭാവമാണ്, ഈ യുഗത്തിൻ്റെ യുഗധർമ്മമാണ് ഈ പറഞ്ഞതൊക്കെയും. ഇതിൽ ഇപ്പോൾ ആരെയാണ് ദോഷം പറയുന്നത്? അതസ്തു, അതഹ തു, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അതസ്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. തു എന്നാൽ അതഹ എന്നാൽ അതുകൊണ്ട്, തു എന്നാൽ അങ്ങ്, അല്ലയോ ഭക്തിദേവി. പുണ്ഡരീകാക്ഷ, പുണ്ഡരീകാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ താമരക്കണ്ണൻ, അത് ആ ശ്രീഹരി ഭഗവാൻ. സഹതേ, സഹിക്കുന്നു. നികട്ടെ, നികട്ടെ എന്നാൽ തൊട്ട് അടുത്ത്, അരികത്ത് അഥവാ സമീപത്തിൽ എന്ന് പറയുമ്പോൾ ഭഗവാന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം സഹിക്കുകയാണ്. സ്ഥിത എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്ന, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ കുടിയിരിക്കുന്ന ആ ഭഗവാൻ ഇതൊക്കെ സഹിക്കുകയാണ്. കാരണം ആ ഇരിക്കുന്ന ഭഗവാനും അറിയാം കലിയിൽ ഇതൊക്കെയേ നടക്കുകയുള്ളൂ. ഇങ്ങനെ ഇതൊക്കെ ഈ യുഗത്തിൻ്റെ ഒരു ധർമ്മമാണ്, സ്വഭാവമാണ്, കലിയുഗത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അല്ലയോ ഭക്തിദേവി, ഭഗവാന് ഈ അധർമ്മമൊക്കെ കണ്ടിട്ടും ഭഗവാൻ എന്തുകൊണ്ട് ഈ അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നില്ല, കലിയെ നിഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഭഗവാൻ വേറെ എങ്ങുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ മനസ്സിലെ അരുതാത്ത ചിന്തകളും കാമക്രോധ ലോഭമോഹാദികളും ഒക്കെ തന്നെയും ഭഗവാൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭഗവാന് നമ്മളിൽ നിന്ന് വേറിട്ട് മറ്റെവിടെയോ അല്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ഭഗവാൻ ഉള്ളിലിരുന്ന് ഇതൊക്കെ സഹിക്കുകയാണ്. ഭഗവാന് മൂന്ന് കാലങ്ങളിലും, ഭൂതം, വർത്തമാനം, ഭാവി, ഈ 3 കാലങ്ങളിലും കാലങ്ങൾക്കതീതനായിട്ടും ഈ 4 യുഗങ്ങളിലും യുഗങ്ങൾക്കതീതനായി നിൽക്കുന്ന ശക്തിയാണ് ഭഗവാൻ. ആ ഭഗവാനാകട്ടെ നമ്മുടെയൊക്കെ തൊട്ടരികത്ത്, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭഗവാൻ എല്ലാ കാലത്തിൻ്റെയും നന്മ തിന്മകളെ കണ്ടുകൊണ്ടിരിക്കുന്ന, സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ ഈ കലിയുഗത്തിൻ്റെ അധർമ്മങ്ങളെയും, ഇത് യുഗധർമ്മമാണ്, ഇങ്ങനെയേ കലിക്ക് ഇവിടെ വർത്തിക്കാനാവോ, ഇത് കലിയുഗത്തിൻ്റെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഇരുന്ന് ഭഗവാൻ സഹിക്കുകയാണ്.
നമ്മുടെയൊക്കെ ഓരോ വികാര വിചാരങ്ങളും നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഭഗവാൻ അറിയുന്നുണ്ട്. നമ്മളൊക്കെ എത്രമാത്രം ഭഗവാനോട് അടുക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ഉള്ളിലെ ഓരോ അരുതാത്ത ചിന്തകൾ വരുമ്പോഴും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ അടുത്ത നിമിഷമെങ്കിലും നമ്മൾ തിരിച്ചറിയും, അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഭഗവാനോട് നമ്മൾ അടുക്കുമ്പോഴാണ്. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല, ഭഗവാനെ എൻ്റെ കൂടെ ഉണ്ടാവേണമേ. സത്യത്തിൽ ഭഗവാൻ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മുടെയൊക്കെ കൂടെയുണ്ട്, എല്ലാവരുടെയും കൂടെയുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ എനിക്ക് അങ്ങയോടൊപ്പം ചേർന്നിരിക്കാൻ കഴിയണമേ, എൻ്റെ മനസ്സിനെ സദാ അങ്ങയോട് ചേർക്കാൻ കഴിയണമേ, ആ പാതാരവിന്ദങ്ങളിൽ ചേർത്ത് വെക്കണമേ എന്നാണ്. കാരണം എത്രമാത്രം നമ്മൾ ഭഗവാനോട് അടുക്കുന്നുവോ അത്രമാത്രം നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ഉള്ളിലെ അരുതാത്ത വികാര വിചാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. അവിടെ സാക്ഷിയായ ആ ഭഗവാൻ ഇരിപ്പുണ്ട്. അന്ധചക്ഷുസ് കൊണ്ട് നമുക്കൊക്കെ ഒരു പക്ഷേ കാണാൻ കഴിയുന്നില്ലായിരിക്കാം, എങ്കിലും ബാഹ്യമായ ഒരു രൂപത്തിലേക്ക് നമുക്ക് ആ ഭഗവാൻ എന്ന സങ്കല്പത്തെ കൊണ്ടുവരുമ്പോൾ ആ രൂപത്തിനോട് തന്നെ പറയുക, ഭഗവാനെ ആ പാതാരവിന്ദങ്ങളിൽ ഈ ഉള്ളവളെ കൂടി ചേർത്ത് വെക്കണമേ, ഈ ഉള്ളവനെ കൂടി ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് അരുതാത്ത ചിന്തകളിലേക്ക്, വികാരങ്ങളിലേക്ക്, വിചാരങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ ഭഗവത്പാദത്തിലെ സൂര്യരശ്മികൾ തന്നെ ഇത്തരത്തിലുള്ള അജ്ഞാനാന്ധകാരത്തിലേക്ക് നമ്മളെ തള്ളിയിടാതെ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. ആ പാദത്തിലെ നഖങ്ങളിൽ നിന്നും വമിക്കുന്ന ആ തേജസ് കൊണ്ട് നമ്മുടെ അരുതാത്ത ചിന്തകളെ നിഷ്പ്രഭമാക്കാൻ കഴിയുമെന്നിരിക്കെ ആ പാതാരവിന്ദങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയാണ് വേണ്ടത്. അതിനും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടിയേ കഴിയൂ. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്നല്ല, എൻ്റെ കൂടെ, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഭഗവാൻ എപ്പോഴുമുണ്ട്. ഭഗവാൻ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ ജീവാവസ്ഥയിൽ നിലനിൽക്കുന്നത്. ഭഗവാൻ എപ്പോൾ ഈ ശരീരം വിട്ടുപോകുന്നുവോ, ജീവാത്മാവായി ഉള്ളിൽ കുടിയിരിക്കുന്ന ആ ഭഗവാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചാൽ പിന്നിത് ജഡമാണ്, ശരീരമല്ല. ഇത് ജീവാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഇത് ശരീരമാവുന്നുള്ളൂ, അതല്ല എങ്കിൽ ഇത് ജഡമായി മാറും. അപ്പോൾ എന്നുവരെ ഭഗവാൻ ഈ ജീവാവസ്ഥയിൽ ഈ ശരീരത്തെ നിലനിർത്തുന്നുവോ, ഭഗവാനെ അന്നുവരെയും ആ നിമിഷം വരെയും ആ പാതാരവിന്ദങ്ങളിലേക്ക് ഈ ഉള്ളവളെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അത് ഭഗവാന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഈ ജീവാത്മാവ് ഓരോ നിമിഷവും ആ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ അവിടേക്ക് എത്തിക്കണമെങ്കിൽ ഇതാണ് ഓരോ ജീവൻ്റെയും ഓരോ ജന്മത്തിൻ്റെയും പ്രയാണത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഓരോ നിമിഷവും ആ ചിന്തയിൽ മുഴുകിക്കഴിയാൻ നമുക്ക് ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടാവുകയുള്ളൂ. ആ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഈശ്വരൻ നമുക്കൊക്കെ ഈ ഒരു ആത്മബോധത്തെ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ടരീകാക്ഷ സഹതേ നികടേ സ്ഥിത. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടിടത്ത് വിസർഗമുണ്ട്. പുണ്ടരീകാക്ഷ സ്ഥിത, ഇത് രണ്ടും പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ബാക്കി ഉള്ള വാക്കുകളൊക്കെ എളുപ്പമുള്ളതാണ്.
ഭഗവാനൊക്കെ നന്നായി വായിക്കാൻ, വേണ്ട വിധത്തിൽ വായിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.